നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വന്ന 10 സിനിമാ പാട്ടുകളെ കുറിച്ചാണ്. 10 സിനിമാ പാട്ടുകൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം സിനിമാ പാട്ടുകളല്ലാതെ പിന്നെ ആനിമേഷൻ പാട്ടുകളൊക്കെ ഇഷ്ടംപോലെ മലയാളം യൂട്യൂബ് ചാനലുകളുണ്ട്. അതിനൊക്കെ ഈ സിനിമാ പാട്ടുകളെക്കാൾ 10 ഇരട്ടി വ്യൂവേഴ്സും ഉണ്ട്. പക്ഷേ നമ്മൾ തൽക്കാലത്തേക്ക് അത്തരം വീഡിയോസ് ഈ ലൈക്ക് കാർട്ടൂണിൽ ചിലതുണ്ടല്ലോ, ഈ ചില വീഡിയോസ് ഉണ്ടല്ലോ, ഈ കാത്തു പോലെയുള്ള അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വന്നത്. തൽക്കാലം നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. നമ്മൾ സിനിമാ പാട്ടുകൾ മാത്രമാണ് എടുക്കുന്നത്. നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട സിനിമാ പാട്ടുകളാണ്. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വന്ന സിനിമാ പാട്ടുകൾ, മലയാളത്തിലെ സിനിമാ പാട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പം നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട മലയാള സിനിമാ ഗാനങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് ടൊവിനോ തോമസ് നായകനായി അഭിനയിച്ച തീവണ്ടി എന്ന ചിത്രത്തിലെ BK ഹരിനാരായണൻ രചിച്ച് കൈലാസ് മേനോൻ സംഗീത സംവിധാനം ചെയ്ത് ശ്രേയ ഘോഷാലും ഹരിശങ്കറും ആലപിച്ച ജീവാംശമായി എന്ന പാട്ടാണ്. പാട്ടുകൾ പാടാൻ എനിക്കറിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഈ പാട്ടുകൾ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പാട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജീവാംശമായി എന്ന ഗാനം തീവണ്ടി എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇതുവരെ കണ്ടത് ഏകദേശം 102 മില്യൺ ആളുകളാണ്. വളരെ വലിയൊരു നമ്പറാണിത്. ഈ പാട്ട് ഈ ചിത്രം ഇറങ്ങിയ സമയത്ത് ഈ പാട്ട് വലിയ രീതിയിലാണ് ഹിറ്റായിരുന്നത്. ഇപ്പോഴും പലരുടെയും പ്ലേലിസ്റ്റ് ഭരിക്കുന്നത് ഈ പാട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. 9ാം സ്ഥാനത്തുള്ളതും ഒരു ടൊവിനോ തോമസ് ചിത്രത്തിലെ പാട്ട് തന്നെയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ നരിവേട്ട എന്ന ചിത്രത്തിലെ മിന്നൽ വള എന്ന പാട്ടാണ് 9ാം സ്ഥാനത്തുള്ളത്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയത്. ഈ ഗാനങ്ങൾ പാടിയത് സിഡ് റാമും സിതാര കൃഷ്ണകുമാറുമാണ്. ഏകദേശം ഇതുവരെ 104 മില്യൺ വ്യൂവേഴ്സാണ് ഈ പാട്ടിന് യൂട്യൂബിൽ ലഭിച്ചിട്ടുള്ളത്. 8ാം സ്ഥാനത്തുള്ളത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന ചിത്രത്തിലെ ആർമാദം എന്ന പാട്ടാണ്. സുഷിൻ ശ്യാം മ്യൂസിക് നൽകി വിനായക് ശശികുമാർ രചിച്ച പ്രണവം ശശി പാടിയ ഇതുവരെ യൂട്യൂബിൽ 109 മില്യൺ വ്യൂവേഴ്സ് ആണ് കയറിയിട്ടുള്ളത്. 7ാം സ്ഥാനത്തുള്ളത് ലാൽ ജോസ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിലെ ഷാൻ റാമൻ സംഗീതം നൽകി അനിൽ പനച്ചൂരാൻ വരികൾ എഴുതിയ എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്ന പാട്ടാണ്. ഈ പാട്ട് ഈ സമയം വരെ 113 മില്യൺ ആളുകളാണ് കണ്ടത്. 6ാം സ്ഥാനത്തുള്ളത് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലെ മലരെ എന്ന ഗാനമാണ്. ഈ പാട്ട് കമ്പോസ് ചെയ്തത് രാജേഷ് മുരുകേശനാണ്. ശബരീഷ് വർമ്മയുടേതാണ് ലിറിക്സ്. വിജയ് യേശുദാസാണ് ഈ പാട്ട് പാടിയത്. യൂട്യൂബിൽ ഇതുവരെ ഈ പാട്ടിന് ലഭിച്ചത് 134 മില്യൺ വ്യൂവേഴ്സ് ആണ്. പ്രേമം എന്ന ചിത്രം ഇറങ്ങി ഏകദേശം 10 വർഷത്തോളമാകുന്നു. ഇപ്പോഴും ഈ പാട്ടിന് വലിയ രീതിയിൽ കാഴ്ചക്കാരുണ്ട്, അല്ലെങ്കിൽ ആസ്വാദകരുണ്ട് എന്നുള്ളത് ഈ പാട്ടിന്റെ ക്വാളിറ്റി തന്നെയാണ് തെളിയിക്കുന്നത്. 5ാം സ്ഥാനത്തുള്ളത് ടിനു പാപ്പിച്ചൻ സംവിധാനം ചെയ്ത അജഗജാന്തരം എന്ന ചിത്രത്തിൽ ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് നൽകി പ്രസീത ചാലക്കുടി പാടിയ ഓളുള്ളേരു എന്ന പാട്ടാണ്. ഈ പാട്ട് യൂട്യൂബിൽ ഇതുവരെ 149 മില്യൺ വ്യൂവേഴ്സ് ആണ് കയറിയിട്ടുള്ളത്. 4ാം സ്ഥാനത്തുള്ളത് കടുവ എന്ന ഷാജി കല ചിത്രത്തിൽ അതുൽ നറുകരയും സോയിൽ ഓഫ് ഫോക്ക് എന്ന ബ്രാൻഡും ചേർന്ന് ആലപിച്ച പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന പാട്ടാണ്. ഈ പാട്ട് ഈ സമയം വരെ യൂട്യൂബിൽ 157 മില്യൺ വ്യൂവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജെയ്ക്സ് ബിജോയാണ് സംഗീതം നൽകിയത്. 3ാം സ്ഥാനത്തുള്ളത് സാം CS മ്യൂസിക് നൽകി കപിലൻ ആലപിച്ച RDX എന്ന ചിത്രത്തിലെ നീല നിലവേ എന്ന പാട്ടാണ്. ഈ പാട്ട് ഈ സമയം വരെ യൂട്യൂബിൽ കാഴ്ചക്കാരുള്ളത് ഏകദേശം 168 മില്യൺ ആണ്. 2ാം സ്ഥാനത്തുള്ളത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ നായകനായ ഉദയം എന്ന ചിത്രത്തിലെ ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതവും ആലപിക്കുകയും ചെയ്ത ദർശന എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ പാട്ട് ഈ സമയം വരെ യൂട്യൂബിൽ ഏകദേശം 177 മില്യൺ ആളുകളാണ് കണ്ടിട്ടുള്ളത്. മലയാളികൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ട ഗാനം, ഏറ്റവും കൂടുതൽ ആളുകൾ റീച്ച് ചെയ്ത ഗാനം, ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട ഗാനം എന്ന് പറയുന്നത് 1ാം സ്ഥാനത്തുള്ളത് സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കിന് വിനായക് ശശികുമാർ വരികൾ എഴുതി ഡബ്സി ആലപിച്ച ആവേശം എന്ന ചിത്രത്തിലെ ഇല്ലുമിനാറ്റി എന്ന സോങ് ആണ്. ഈ പാട്ട് ഈ സമയം വരെ യൂട്യൂബിൽ ഏകദേശം 368 മില്യൺ ആളുകളാണ് കണ്ടിട്ടുള്ളത്.
എന്തായാലും യൂട്യൂബിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ ഈ പാട്ടിനടക്കം എല്ലാ പാട്ടിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിനങ്ങളിൽ പുതിയ പുതിയ ഹിറ്റുകൾ ഈ ലിസ്റ്റിലേക്ക് കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.